ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവുശ്രീ ഒഫീഷ്യൽ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇറ്റ്സ് മീ ദേവു. ഇനി ഞാൻ വന്നിട്ടുള്ള കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയാണ് ആവശ്യമുള്ളത്. ഞാൻ ഉണ്ടാക്കുന്നത് ഒനിയൻ പൂരി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയുടെ ഈ ഒരു ഔട്ടർ പോർഷനാണ് ആദ്യം ആവശ്യമുള്ളത് കേട്ടോ. ഇതുപോലെ ഒരു വലിയ സ്പൂൺ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്നിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ടർ പോർഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് കുറച്ച് കടലമാവ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കട്ടയൊക്കെ മാറണം കേട്ടോ. കട്ടയൊക്കെ മാറിയിട്ട് നല്ലൊരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലൊരു കറക്റ്റ് ബാറ്ററാണ് കേട്ടോ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കണം. അതിനുശേഷം ഒരു മിക്സിയിൽ ജാർ എടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കോരിയാണ്ട് കേട്ടോ, മല്ലിയില കേട്ടോ. ഇത്രയും നമ്മൾ ചേർത്തിട്ട് ഗ്രീൻ ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ്, കൊറിയാണ്ടർ, ഉള്ളി, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര് കേട്ടോ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ പോലെ ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്താണ് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു ഗ്രീൻ ചട്നി. ഇതാ നമ്മൾ ഉള്ളി എടുത്തിട്ട് ആ ഒരു ബാറ്ററിലിട്ട് നന്നായി പൊരിക്കണം. അതിന് മുന്നേയായിട്ട് കുറച്ച് മിക്സർ കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ മറന്നതാണ്. എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു ഉള്ളിയെ ഔട്ടർ പോർഷനിലുള്ളി അത് നമ്മൾ ഈ കടലമാവിൻ്റെ മാവിലോട്ട് നന്നായി മുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് നന്നായി ചൂടാക്കാൻ വയ്ക്കുക കേട്ടോ. നന്നായിട്ട് പൊരിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് ഗ്രീൻ ചട്നി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മിക്സ് ഫില്ല് ചെയ്യണം കേട്ടോ. അതിന് മേലോട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. ഉള്ളിയുടെ ഒരു നടുവിലുള്ള പോർഷനിൽ ആ പോർഷനിലോട്ട് ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡെലീഷ്യസ് ആയ ഈ ഓനിയൻ പൂരി ട്രൈ ചെയ്ത് നോക്ക്. ഇതിൻ്റെ അനിയനാണ്. ശരിക്കും മുഴുവനായി കഴിക്കണം. എങ്ങനെയുണ്ട്? രസമുണ്ടോ? അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ, സീ യു.